വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കേരളത്തിന്റെ പത്രപ്രവർത്തനത്തെ കുറിച്ചാണ്. ക്ലാസ്സിലേക്ക് കിടക്കാട്ടോ. മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം നിങ്ങൾ ഇങ്ങനെ പറയണം. ആരാണ്? ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനെയാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്ന് വിളിക്കുന്നത്. ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ്. മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികനാണെങ്കിലോ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ എന്ന് വിളിക്കുന്നത്. അപ്പോ മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ഇനി ഫാദർ ഓഫ് മലയാളം ജേർണലിസം, മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനാണ്. രണ്ടും കുഞ്ഞിരാമന്മാരായതുകൊണ്ട് അങ്ങോട്ട് തെറ്റിക്കരുത് കേട്ടോ. ഫാദർ ഓഫ് മലയാളം ജേർണലിസം, മലയാള പത്രപ്രവർത്തനത്തിന്റെ പിതാവ് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോനും മലയാള പത്രപ്രവർത്തനത്തിന്റെ വന്ധ്യവയോധികൻ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുമാണ്. ഇനി നമ്മൾ ഓരോ പത്രങ്ങൾ പഠിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം പഠിച്ചേ. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രത്തിന്റെ പേര് രാജ്യസമാചാരം എന്നാണ്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രത്തിന്റെ പേര് രാജ്യസമാചാരമാണ്. ഇത് 1847 പുറത്തിറങ്ങിയത്. 47 ജൂൺ മാസത്തിൽ നിലവിൽ വന്നു. ഇനി ആരായിരുന്നു ഇതിന്റെ പത്രാധിപർ? പത്രാധിപരുടെ പേര് ഹെർമൻ ഗുണ്ടർട്ട് എന്നാണ്. ആരാണ് രാജ്യസമാചാരം അടിച്ചിറക്കിയത്? ഹെർമൻ ഗുണ്ടർട്ട് എന്ന് പറയുന്ന വ്യക്തിയാണ്. എവിടെ നിന്നാണ് പുറത്തിറക്കിയത്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. ഇതാണ് രാജ്യസമാചാരത്തെ കുറിച്ച് പഠിക്കാനുള്ളത്. മലയാളത്തിലെ ആദ്യത്തെ ദിനപത്രം രാജ്യസമാചാരാണ്. 1847 ജൂൺ മാസത്തിലാണ് പുറത്തിറങ്ങിയത്. ഹെർമൻ ഗുണ്ടർട്ടാണ് പുറത്തിറക്കിയത്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്നാണ്. ഇനി രണ്ടാമത്തെ ദിനപത്രം പഠിക്കൂ. രണ്ടാമത്തെ ദിനപത്രത്തിന്റെ പേര് പശ്ചിമോദയം എന്നാണ്. മലയാളത്തിലെ രണ്ടാമത്തെ ദിനപത്രത്തിന്റെ പേര് പശ്ചിമോദയം എന്നാണ്. ഇതും 1847 തന്നെയാണ്. പക്ഷേ ഒക്ടോബർ മാസത്തിലാണ്. 1847 ഒക്ടോബർ മാസത്തിലാണ്. ഇനി ഇതിന്റെ പ്രത്യേകതയും എന്തൊക്കെ തന്നെയാ? നേരത്തെ പറഞ്ഞ തന്നെയാണ്. ആരാണ് ഇത് അടിച്ചിറക്കിയ വ്യക്തി? ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ആരാണ്? ഹെർമൻ ഗുണ്ടർട്ട് ആണ്. ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത, ഇത് എവിടെ തന്നെയാണ്? തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ തന്നെയാണ്. തലശ്ശേരിയിലെ ഇല്ലിക്കുന്ന് ബംഗ്ലാവിൽ നിന്ന് തന്നെയാണ്. ഇനി ഈ രണ്ട് പത്രത്തിനും ഒരു പ്രത്യേകതയുണ്ട്. ഇത് മലബാർ മേഖലയിൽ നിന്ന്, മലബാർ ഏരിയയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച പത്രമാണ് മലബാർ. ഈ മലബാർ മേഖലയില് അന്ന് ഒരു ക്രിസ്ത്യൻ മിഷണറി സംഘം ഉണ്ടായിരുന്നു. ആ മിഷണറി സംഘത്തിന്റെ പേരെന്താ അറിയോ നിങ്ങൾക്ക്? BEM. BEM-ത്തിന്റെ പൂർണ്ണരൂപം എന്താ? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. അപ്പൊ മലബാർ കേന്ദ്രമായി പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘടനയായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനായിരുന്ന ഹെർമൻ ഗുണ്ടർട്ട് പുറത്തിറക്കിയതാണ് രാജ്യസമാചാരവും പശ്ചിമോദയവും. അല്ലാതെ ഇത് എന്തിനു വേണ്ടിയിട്ട് വന്നിട്ടുള്ളതല്ല, ഒരു വാർത്താധിഷ്ഠിത പത്രമായിട്ട് വന്നിട്ടുള്ള പത്രങ്ങളൊന്നുമല്ല എന്ന് ഓർത്തു വെക്കണം. അപ്പൊ മലബാറിലെ ക്രിസ്ത്യൻ മിഷണറിയായ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷന്റെ പ്രവർത്തകനായിരുന്ന ഹെർമൻ ഗുണ്ടർട്ട് എന്തിനു വേണ്ടി? ക്രൈസ്തവ സമൂഹത്തെ ഒന്നാക്കാൻ വേണ്ടി ആരംഭിച്ചിട്ടുള്ളതാണ് ഈ രണ്ട് പത്രങ്ങൾ എന്ന് മനസ്സിലാക്കുക. ഇനി മൂന്നാമത്തെ പത്രത്തിലേക്ക് വരൂ. മലയാളത്തിലെ മൂന്നാമത്തെ ദിനപത്രത്തിന്റെ പേര് ജ്ഞാന നിക്ഷേപം എന്നാണ്. മലയാളത്തിലെ മൂന്നാമത്തെ ദിനപത്രത്തിന്റെ പേരെന്താണ്? ജ്ഞാന നിക്ഷേപം എന്നാണ് ഈ ദിനപത്രത്തിന്റെ പേര്. ഈ ദിനപത്രം 1848 നിലവിൽ വന്നത്. ഇത് കോട്ടയം ജില്ലയിൽ നിന്നാണ് അടിച്ചിറക്കിയത്. കോട്ടയം ജില്ലയിലെ CMS പ്രസിൽ നിന്നാണ്. അപ്പൊ കോട്ടയം തിരുവിതാംകൂർ മേഖലയാണ്. അതുകൊണ്ട് തന്നെ തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ ദിനപത്രം എന്ന് നമുക്ക് ഏതിനെ വിശേഷിപ്പിക്കാൻ പറ്റും? നമ്മുടെ ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കാൻ പറ്റും. തിരുവിതാംകൂറിൽ നിന്നുള്ള ആദ്യത്തെ പത്രമാണ് അല്ലെ. ഇനി ഇതിന്റെ സ്ഥാപകൻ ആരാന്നറിയോ നിങ്ങൾക്ക്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. ഇതിന്റെ സ്ഥാപകൻ ബെഞ്ചമിൻ ബെയ്ലിയാണ്. ബെഞ്ചമിൻ ബെയ്ലിയെ നമ്മൾ വിളിക്കുന്നത് മലയാള അച്ചടിയുടെ പിതാവ് എന്നാണ്. മലയാള
അച്ചടിയുടെ പിതാവാണ് ആര്? ബെഞ്ചമിൻ ബെയ്ലി. മലയാള അച്ചടിയുടെ പിതാവ് മാത്രല്ല, CMS പ്രസിന്റെ സ്ഥാപകനും ആരാണ്? CMSന്റെ സ്ഥാപകനും ആരാണ്? ബെഞ്ചമിൻ ബെയ്ലിയാണ്. CMS പ്രസിന്റെ സ്ഥാപകനും ബെഞ്ചമിൻ ബെയ്ലിയാണ്. ആദ്യമായി അച്ചുകൂടം ഉപയോഗിച്ച് പ്രസിദ്ധീകരിച്ച പത്രം എന്ന് നമുക്ക് ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കാം. കാരണം CMS പ്രസിൽ നിന്നാണ് ഇത് പുറത്തിറങ്ങിയത്. ഇനി ഇതിന്റെ അടുത്ത പ്രത്യേകത വാർത്തകളും അതുപോലെ തന്നെ ചിത്രങ്ങളും വന്ന പത്രമാണ്. അപ്പൊ ആദ്യത്തെ രണ്ടെണ്ണത്തിൽ വാർത്തകൾ മാത്രമേ ഉള്ളൂ. ഇതില് വാർത്തയുണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്? ചിത്രങ്ങളും. വാർത്തകളും അതുപോലെ തന്നെ ചിത്രങ്ങളും ഉണ്ട്. ഇനി അടുത്തത് CMS പ്രസിൽ നിന്ന് ആദ്യമായിട്ട് അച്ചടിച്ച പത്രം എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കാം. കൂടാതെ ആദ്യമായിട്ട് ഒരു പ്രസിൽ നിന്ന് അച്ചടിച്ച പത്രം എന്നും നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? ജ്ഞാന നിക്ഷേപത്തെ വിശേഷിപ്പിക്കാം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ മേഖല, അതായത് ഇപ്പോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കോട്ടയം അതുപോലെ തന്നെ തിരുവനന്തപുരം എന്നീ മേഖലകളിലൊക്കെ, കോട്ടയം തിരുവനന്തപുരം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു മിഷണറി സംഘടന ഉണ്ടായിരുന്നു. ആ മിഷണറി സംഘടനയുടെ പേര് ചർച്ച് മിഷൻ സൊസൈറ്റി എന്നായിരുന്നു. ചർച്ച് മിഷൻ സൊസൈറ്റി. അപ്പൊ നേരത്തെ നമ്മൾ എന്താ പറഞ്ഞേ? ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആച്ചാ, ഇത് ചർച്ച് മിഷൻ സൊസൈറ്റിയാണ്. അപ്പൊ ഈ ചർച്ച് മിഷൻ സൊസൈറ്റി എന്താ പറയുന്നത്? അവരുടെ ആ ക്രിസ്ത്യൻ മിഷണറി സംഘടനയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പത്രമാണ് ജ്ഞാന നിക്ഷേപം. അപ്പൊ ശരിക്കും പറയുകയാണെങ്കിൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷനുമായിട്ട് ബന്ധപ്പെട്ടത് രാജ്യസമാചാരവും പശ്ചിമോദയവും, ക്രിസ്ത്യൻ മിഷൻ സൊസൈറ്റി ചർച്ച് മിഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ജ്ഞാന നിക്ഷേപം. ഇത് മൂന്നും അപ്പോ ശരിക്കും ക്രൈസ്തവ സമൂഹത്തെ ഒന്നാക്കാൻ വേണ്ടിയിട്ടുള്ള പത്രങ്ങളാണ്, അല്ലാതെ വാർത്താധിഷ്ഠിത ഒരു പത്രപ്രവർത്തനത്തിനായിട്ട് വന്നിട്ടുള്ള പത്രങ്ങളല്ല എന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ നല്ലതാണ് കേട്ടോ. ജ്ഞാന നിക്ഷേപത്തെ കുറിച്ച് ഒന്നും കൂടെ പറയാം. 1848 കോട്ടയം ജില്ലയിലെ CMS പ്രസിൽ നിന്നും പ്രസിദ്ധീകരണം. തിരുവിതാംകൂറിലെ ആദ്യത്തെ ദിനപത്രം. ബെഞ്ചമിൻ ബെയ്ലി പത്രാധിപർ. ഈ ബെഞ്ചമിൻ ബെയ്ലി മലയാള അച്ചടിയുടെ പിതാവാണ്. CMS പ്രസിന്റെ സ്ഥാപകനാണ്. ആദ്യമായി അച്ചുകൂടം ഉപയോഗിച്ച പത്രമാണ് ജ്ഞാന നിക്ഷേപം. വാർത്തകൾക്കൊപ്പം ചിത്രങ്ങളും അച്ചടിച്ചു വന്ന പത്രമാണ് ജ്ഞാന നിക്ഷേപം. CMS പ്രസിൽ നിന്ന് അച്ചടിച്ചു വന്ന ആദ്യ പത്രമാണ് ജ്ഞാന നിക്ഷേപം. ഒരു പ്രസിൽ നിന്ന് അച്ചടിച്ച ആദ്യ പത്രമാണ് ജ്ഞാന നിക്ഷേപം. കോട്ടയം തിരുവനന്തപുരം മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന ചർച്ച് മിഷൻ സൊസൈറ്റി, അതൊരു ക്രിസ്ത്യൻ മിഷണറി സംഘമാണ്. അവർക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും ജ്ഞാന നിക്ഷേപം കൊണ്ടുവന്നത്. അപ്പൊ ചർച്ച് മിഷൻ സൊസൈറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് തിരുവിതാംകൂർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന ക്രിസ്ത്യൻ മിഷണറി സംഘം ചർച്ച് മിഷൻ സൊസൈറ്റി ആണെന്നും, മലബാർ മേഖലയിൽ പ്രവർത്തിച്ചിരുന്നത് ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ആണെന്നും. ഇത് LDC പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. അടുത്ത ദിനപത്രത്തിന്റെ പേര് നമ്മൾ പഠിക്കുകയാണ്. അടുത്ത ദിനപത്രത്തിന്റെ പേര് നസ്രാണി ദീപിക എന്നാണ്. നസ്രാണി ദീപിക എന്നാണ് പുറത്തിറങ്ങിയത്? 1887 ഇതിന്റെ ആദ്യത്തെ പത്രാധിപരാരാണ്? നിതീരിക്കൽ മാണി കത്തനാർ. അപ്പൊ നിതീരിക്കൽ മാണി കത്തനാരാണ് നസ്രാണി ദീപികയുടെ ആദ്യ പത്രാധിപർ. നിതീരിക്കൽ മാണി കത്തനാർ. എപ്പോഴും പരീക്ഷയ്ക്ക് ഈ മാണി കത്തനാറിനേക്കാൾ കൂടുതൽ ചോദിച്ചു കണ്ടേക്കണത് ഇന്നും പ്രസിദ്ധീകരണം തുടരുന്നു ട്ടാ. ഇന്നും പ്രസിദ്ധീകരണം. അപ്പൊ മുന്നത്തെ 3 പ്രസിദ്ധീകരണം ഇപ്പൊ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന പഴക്കമേറിയ ദിനപത്രം. അപ്പൊ ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കമേറിയ ദിനപത്രമാണ് ഏത്? നസ്രാണി ദീപിക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മലയാളത്തിൽ ആദ്യമായി ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രവും നസ്രാണി ദീപികയാണ്. അപ്പൊ ഇത്രയാണ് നസ്രാണി ദീപികയെ കുറിച്ച് പഠിക്കാനുള്ളത്. 1887 പ്രസിദ്ധീകരിച്ചത്. ആദ്യ പത്രാധിപർ നിതീരിക്കൽ മാണി കത്തനാറായിരുന്നു. ഇന്നും പ്രസിദ്ധീകരണം തുടരുന്ന ഏറ്റവും പഴക്കേറിയ പത്രമാണ്. മലയാളത്തിൽ ആദ്യമായിട്ട്
ഇന്റർനെറ്റ് എഡിഷൻ ആരംഭിച്ച പത്രമാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അടുത്ത പത്രത്തിലേക്ക് നമ്മൾ പോവാണ്. അടുത്ത പത്രത്തിന്റെ പേര് സ്വദേശാഭിമാനി പത്രം. എന്താണ്? സ്വദേശാഭിമാനി. ഇനി സ്വദേശാഭിമാനി പത്രത്തിലേക്ക്. സ്വദേശാഭിമാനി പത്രം 1905 ജാനുവരി മാസം 19 ആരംഭിച്ചു. 1905 ജാനുവരി മാസം 19 എവിടെ നിന്ന്? വക്കം അബ്ദുൾ ഖാദർ മൗലവി. വക്കം അബ്ദുൾ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച പത്രമാണ്. എവിടെ നിന്ന്? അഞ്ചുതെങ്ങിൽ നിന്ന്. തിരുവനന്തപുരം ജില്ലയിലെ നമ്മൾ അഞ്ചുതെങ്ങ് കലാപമൊക്കെ കേട്ടിട്ടില്ലേ? അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച പത്രമാണ്. അതിന്റെ ആദ്യത്തെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. 1905 ജാനുവരി 19 വക്കം അബ്ദുൾ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ച ദിനപത്രം സ്വദേശാഭിമാനി. അതിന്റെ ആദ്യ പത്രാധിപർ CP ഗോവിന്ദപിള്ള. അതിനുശേഷം പിന്നെ 1907 ആയപ്പോൾ 1906 രാമകൃഷ്ണ പിള്ള പത്രാധിപരായി. രാമകൃഷ്ണ പിള്ളയെ എന്താക്കി? പത്രാധിപരാക്കി. അപ്പൊ രണ്ടാമത്തെ പത്രാധിപർ ആരാണ്? രാമകൃഷ്ണ പിള്ള പത്രാധിപരായി. രാമകൃഷ്ണ പിള്ള പത്രാധിപരായത് 1906. ഇത് പഠിക്കണം. ഇനി 1907 ആയപ്പോ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഇത് വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പൊ 1907 നെയ്യാറ്റിൻകരയിൽ നിന്ന് വീണ്ടും പ്രസിദ്ധീകരണം ആരംഭിച്ചു. അപ്പൊ എന്തൊക്കെയാ നമ്മൾ പഠിക്കണ്ടേ? 1905 ജാനുവരി 19 വക്കം അബ്ദുൾ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ചു. അപ്പോ അതിന്റെ പത്രാധിപർ CP ഗോവിന്ദപിള്ളയാണ്. അതിനുശേഷം 1906 രാമകൃഷ്ണ പിള്ള പത്രാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നു. 1907 നെയ്യാറ്റിൻകരയിൽ നിന്ന് വീണ്ടും പ്രസിദ്ധീകരണം. ഇനി ഇതിന്റെ ഒരു മുഖക്കുറിപ്പുണ്ട്. ഏത് മുഖവുരയോട് തുടങ്ങിയ പത്രമാണ്? ഭയകൗടില്യലോപങ്ങൾ. ഭയകൗടില്യലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ. ഭയകൗടില്യലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖവുരയോടെ ആരംഭിച്ച പത്രം ഭയകൗടില്യലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ ആരംഭിച്ച പത്രമാണ് ഏതെന്ന് പറഞ്ഞ സ്വദേശാഭിമാനി ട്ടോ. ഇനി ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയാണ് നമ്മുടെ റോയിറ്റേഴ്സ് എന്ന് പറയുന്നത്. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയാണ് റോയിറ്റേഴ്സ്. ഈ റോയിറ്റേഴ്സുമായിട്ട് വിദേശ വാർത്തകൾ ലഭിക്കുന്നതിന് ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രമാണ് ഏത്? നമ്മുടെ സ്വദേശാഭിമാനി. ഇനി അടുത്തത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്. ശ്രീമൂലം തിരുനാള് നമ്മുടെ തിരുവിതാംകൂർ ഭരിക്കുന്ന കാലത്ത് അന്ന് ധാരാളം ദുർവ്യയങ്ങൾ നടന്നിരുന്നു എന്നാ പറയണേ തിരുവിതാംകൂറില്. അതിനെതിരെ 1,00,000 രൂപ. എന്താണ്? 1,00,000 രൂപ. 1,00,000 രൂപ എന്ന ശീർഷകത്തില് എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ചു. ഏതില്? ഈ പത്രത്തില്. അപ്പോ രാജാക്കന്മാർക്ക് ഇഷ്ടാവോ? രാജാവിനോ അല്ലെങ്കിൽ അവിടുത്തെ ദിവാനൊക്കെ അത് ഇഷ്ടപ്പെടുവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് തിരുവിതാംകൂർ സർക്കാർ ഈ പത്രം നിരോധിക്കുകയാണ്. എന്താണ്? തിരുവിതാംകൂർ സർക്കാർ ഈ പത്രം നിരോധിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യാണ്? പത്രം കണ്ടുകെട്ടുന്നു. അന്നത്തെ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി എന്താ ചെയ്തത്? നമ്മുടെ രാമകൃഷ്ണ പിള്ളയെ എന്തു ചെയ്തു? തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. 1910 സെപ്റ്റംബർ 26 1910 സെപ്റ്റംബർ 26 അദ്ദേഹത്തെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തി. ഇനി കൂടുതൽ ഇത്രയും പത്രമായിട്ട് പഠിച്ചാൽ മതി. ഇനിയും കുറെ കാര്യങ്ങൾ നമ്മൾ നവോത്ഥാനത്തിന് പഠിക്കും. എന്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചുകൂടവും എന്തിനെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് കൃത്യമായിട്ട് നിങ്ങൾക്ക് റിനൈസൻസ് ക്ലാസ്സിൽ എടുത്തു തന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പൊ ഇത്രയും പഠിച്ച നിങ്ങൾ സ്വദേശാഭിമാനി 1905 ജാനുവരി 19 വക്കം അബ്ദുൾ ഖാദർ മൗലവി അഞ്ചുതെങ്ങിൽ നിന്ന് ആരംഭിച്ചു. CP ഗോവിന്ദപിള്ളയായിരുന്നു ആദ്യത്തെ പത്രാധിപർ. 1906 രാമകൃഷ്ണ പിള്ള പത്രാധിപരായി. 1907 നെയ്യാറ്റിൻകരയിൽ നിന്ന് വീണ്ടും പ്രസിദ്ധീകരിച്ചു.
പയ കൗടില്യ ലോപങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖവുരയോടെ ആരംഭിച്ചു. ബ്രിട്ടീഷ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സുമായി വിദേശ വാർത്തകൾ ലഭിക്കുന്നതിന് ബന്ധം സ്ഥാപിച്ച ആദ്യ ഭാരതീയ പത്രമാണ്. ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് നിലനിന്നിരുന്ന ദുർവ്യയങ്ങൾക്കെതിരെ 1,00,000 രൂപ എന്ന ശീർഷകത്തിൽ എഡിറ്റോറിയൽ പ്രസിദ്ധീകരിച്ച പത്രമാണ്. അതിന്റെ പരിണിത ഫലമായിട്ട് നമ്മുടെ തിരുവിതാംകൂർ സർക്കാർ ഈ പത്രം നിരോധിച്ചു. പത്രം കണ്ടുകെട്ടി പത്രം നിരോധിക്കുന്നു. പി രാജഗോപാലാചാരി, അന്നത്തെ തിരുവിതാംകൂർ ദിവാനായിരുന്ന പി രാജഗോപാലാചാരി 1910 സെപ്റ്റംബർ 26 സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകടത്തുന്നു. ഇത്രയും കാര്യങ്ങൾ ഏറായില്ലേ? ഇനി അടുത്തത് നമുക്ക് പഠിക്കാനുള്ള പത്രം മലയാള മനോരമ എന്ന് പറയുന്ന ദിനപത്രത്തെ കുറിച്ചാണ്. മലയാള മനോരമ. മലയാള മനോരമ എന്താണ്? മലയാള മനോരമ പത്രത്തിന്റെ പ്രത്യേകത എന്നാണ് അത് വന്നത്. നമ്മൾ കാണുമ്പോൾ മലയാള മനോരമ എന്ന് പറഞ്ഞിട്ട് 1888 മാർച്ച് 14 എന്ന് പല പുസ്തകങ്ങളിലും കാണാറുണ്ട്. പക്ഷെ 1888 മാർച്ച് 14 പ്രത്യേകത മലയാള മനോരമ ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തതാണ് 1888 എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ജോയിന്റ് സ്റ്റോക്ക് കമ്പനി ആയിട്ട് വന്നതാണ്. എന്നാല് പത്രം പ്രസിദ്ധീകരിച്ചത് 1890 കോട്ടയത്ത് നിന്നാണ്. അപ്പൊ 1890 കോട്ടയത്ത് നിന്നാണ് മലയാള മനോരമ പത്രം എന്താണ് പ്രസിദ്ധീകരിച്ചത്. അതിന്റെ സ്ഥാപകനും സ്ഥാപക പത്രാധിപരും കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ്. അപ്പൊ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയാണ് ആര്? പത്രാധിപൻ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിന്റെ സ്ഥാപകൻ എന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി ഇതിന്റെ ആപ്തവാക്യം ഒന്ന് ഓർത്തു വെച്ചോളൂ. ധർമ്മോസ്മത് കുലദൈവതം എന്നുള്ളതാണ് മലയാള മനോരമ പത്രത്തിന്റെ ആപ്തവാക്യം. 1888 മാർച്ച് 14 ഒരു ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി ആരംഭിച്ച മലയാള മനോരമ 1890 കോട്ടയം ജില്ലയിൽ നിന്ന് പത്രം എന്ന രൂപത്തിൽ പ്രസിദ്ധീകരണം തുടരുന്നു. ഇനി കണ്ടത്തിൽ വർഗീസ് മാപ്പിള അതിന്റെ സ്ഥാപകനും ആദ്യ പത്രാധിപരും. ധർമ്മോസ്മത് കുലദൈവതം എന്നുള്ളത് മലയാള മനോരമയുടെ ആപ്തവാക്യമാണ്. ഇനി മലയാള മനോരമ കഴിഞ്ഞാൽ അടുത്ത നമുക്ക് പഠിക്കാനുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള പത്രം ഏതാണ്? മാതൃഭൂമി ദിനപത്രമാണ്. മാതൃഭൂമി ദിനപത്രം 1923 നിലവിൽ വന്നത്. കോഴിക്കോട് ജില്ലയിൽ നിന്നാണ് മാതൃഭൂമി പത്രം ഇറങ്ങിയത്. കോഴിക്കോട് ജില്ലയിൽ എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്ന് കോഴിക്കോട് ജില്ലയിലെ എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്ന് 1923 ഇറങ്ങി. ഇതിന്റെ ആദ്യത്തെ പത്രാധിപർ KP കേശവ മേനോനായിരുന്നു. അപ്പൊ KP കേശവ മേനോനാണ് ആദ്യത്തെ പത്രാധിപര് എന്തിന്റെ? മാതൃഭൂമിയുടെ. ക്ലിയർ ആയില്ലേ? കേരളത്തിൽ സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം. സ്വതന്ത്ര പോരാട്ടത്തിന്റെ, അങ്ങനെ ചോദിച്ചാലോ നിങ്ങളോട്, സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാതൃഭൂമിയാണ് പറയാ. കേരളത്തില് കോൺഗ്രസിന്റെ പ്രവർത്തനം കുറച്ചും കൂടിയൊക്കെ ശക്തിപ്പെടുത്താൻ വേണ്ടി ആരംഭിച്ച പത്രം കൂടിയാണ് മാതൃഭൂമി. അപ്പൊ മലയാള മനോരമ 1888 മാർച്ച് 14 ജോയിന്റ് സ്റ്റോക്ക് കമ്പനിയായി ആരംഭിച്ച 1890 കോട്ടയം ജില്ലയിൽ നിന്ന് പ്രസിദ്ധീകരണം തുടങ്ങി. കണ്ടത്തിൽ വർഗീസ് മാപ്പിള ആദ്യത്തെ പത്രാധിപരും സ്ഥാപകനും. ധർമ്മോസ്മത് കുലദൈവതം എന്നത് അതിന്റെ ആപ്തവാക്യം. ഇനി മാതൃഭൂമി 1923 കോഴിക്കോട് ജില്ലയിലെ എംപ്രസ് വിക്ടോറിയ പ്രസിൽ നിന്ന് അച്ചടിച്ചിറങ്ങി. അതിന്റെ ആദ്യത്തെ പത്രാധിപർ KP കേശവ മേനോൻ. സ്വതന്ത്ര പോരാട്ടത്തിന്റെ നാവായി പിറന്നു വീണ പത്രം എന്നറിയപ്പെടുന്ന മാതൃഭൂമി കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ആരംഭിച്ച പത്രം കൂടിയാണ്. അടുത്ത പത്രത്തിന്റെ പേര് ദേശാഭിമാനി ദിനപത്രം എന്നാണ്. ദേശാഭിമാനി എന്നാണ് അടുത്ത പത്രത്തിന്റെ പേര്. അപ്പൊ ഇവിടെ കോൺഗ്രസ് ആണെങ്കിൽ ഇവിടെ നമുക്ക് മനസ്സിലാക്കാം കമ്മ്യൂണിസ്റ്റ് അനുഭാവമുള്ള പത്രമാണ് ഏത്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ പത്രം എന്ന് നമ്മൾ പറയുന്നതാണ് ഏത്? ദേശാഭിമാനി അല്ലേ, CPM അല്ലെ. 1942 ഇത് പുറത്തിറങ്ങിയത്. കോഴിക്കോട് നിന്നാണ്. 1904 കോഴിക്കോട് നിന്ന് പുറത്തിറങ്ങിയ പത്രമാണ് ഇത്. 1942 കോഴിക്കോട് നിന്ന്. ശരിക്കും ആദ്യം ഇത് വീക്കിലി ആയിട്ടാണ് ആരംഭിച്ചത്. 1942 കോഴിക്കോട് നിന്ന് ആരംഭിച്ചത്. ഇതിന്റെ സ്ഥാപക എഡിറ്റർ MS ദേവദാസ് ആയിരുന്നു. ഇനി 1942
1942 പുറത്തിറങ്ങിയ പത്രം 1946 ദിനപത്രം എന്ന പേരിലായി. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഇത് വീക്കിലി എന്ന പേരിൽ തുടങ്ങി 42, പിന്നെ 46 ദിനപത്രമായി. അതിനുശേഷം 48 ഈ പത്രം നിരോധിച്ചു. 48 ഈ പത്രം നിരോധിക്കുകയാണ്. അപ്പൊ നിരോധനം വന്നത് 1948. 1951 മുതൽ വീണ്ടും പ്രവർത്തനം ആരംഭിക്കുന്നു. 51 മുതൽ വീണ്ടും തുടങ്ങി. അപ്പൊ എന്തൊക്കെയാണ്? ദേശാഭിമാനി 1942 കോഴിക്കോട് ജില്ലയിൽ നിന്ന് ഒരു വീക്കിലി ആയിട്ട് ആരംഭിച്ചതാണ് ഏത്? ദേശാഭിമാനി. MS ദേവദാസ് ആണ് അതിന്റെ ആദ്യത്തെ പത്രാധിപർ എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. പത്രാധിപർ, സ്ഥാപക, എഡിറ്റർ ഒക്കെ MS ദേവദാസ് ആണ്. 46 ദിനപത്രമായി. 48 പത്രം നിരോധിച്ചു അല്ലെ. 51 പ്രവർത്തനം വീണ്ടും ആരംഭിച്ചു. ഇപ്പൊ 42 വീക്കിലി ആയിട്ട് വന്നു. 46 ദിനപത്രമായി. 48 നിരോധിച്ചു. 51 വീണ്ടും പ്രവർത്തനം ആരംഭിച്ചു. അപ്പൊ ഇത്രയും മെയിൻ ആയിട്ട് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇനി നമുക്ക് എന്താ വെച്ചാൽ ചില പത്രങ്ങളും ആ പത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരും പരീക്ഷയ്ക്ക് നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കേണ്ടത്. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരം എന്ത് പറയണം? പ്രഭാതം എന്ന് പറയണം. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രത്തിന്റെ പേര് പ്രഭാതം എന്നാണ്. ആദ്യ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതമാണ്. ആരംഭിച്ചത് ആരാണ്? EMS ആണ്. കേരളത്തിൽ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം ആരംഭിച്ചത് EMS ആണ്. ഇനി കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം ഏതാണ്? ആദ്യത്തെ നിരോധിച്ച പത്രം ഏതാണ്? സന്ദിഷ്ടവാദിയാണ്. കേരളത്തിൽ ആദ്യം നിരോധിച്ച പത്രം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം സന്ദിഷ്ടവാദി നമ്മൾ പറയും. ഇനി ഇതിന്റെ സ്ഥാപകൻ WH മൂർ ആണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്ദിഷ്ടവാദിയാണ്. അതിന്റെ സ്ഥാപകൻ WH മൂർ ആണ്. അപ്പൊ കേരള പത്ര സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് നമുക്ക് എന്തിനെ വിശേഷിപ്പിക്കാം? നമ്മുടെ സന്ദിഷ്ടവാദിയെ വിശേഷിപ്പിക്കാം അല്ലെ. ആദ്യത്തെ രക്തസാക്ഷി, കേരള പത്ര സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷിയാണ് ഏത് എന്ന് പറഞ്ഞാൽ സന്ദിഷ്ടവാദി എന്ന് പറയുന്നത്. ഇനി NSS, നമ്മളൊക്കെ പത്രങ്ങളല്ലേ പഠിക്കണേ. അപ്പൊ NSSന്റെ മുഖപത്രം എന്ന് പറയുന്നത് സർവീസസ് ആണ്. NSSന്റെ മുഖപത്രം എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത് സർവീസസ് ആണ്. ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ വേലക്കാരൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അപ്പൊ സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ച പത്രത്തിന്റെ പേര് വേലക്കാരൻ എന്ന പത്രം സഹോദരൻ അയ്യപ്പൻ സ്ഥാപിച്ചു എന്ന് ഓർക്കാം. ഇനി അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. ഇത് കുറേയധികം പരീക്ഷയ്ക്ക്, ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കൊക്കെ കുറെ ചോദിക്കാറുള്ളതാണ്. അൽ അമീൻ എന്ന് പറയുന്ന പത്രം. ഇത് ആരാണ് ആരംഭിച്ചത്? മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബ് സ്ഥാപിച്ചതാണ് അൽ അമീൻ എന്ന് പറയുന്ന പത്രം. അപ്പൊ ഇപ്പൊ ഇത്രയൊന്ന് പറഞ്ഞേ. കേരളത്തിലെ സോഷ്യലിസ്റ്റ് പത്രം എന്ന് പറയുന്നത്, കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം ആരംഭിച്ചത് EMS ആണ്. കേരളത്തിൽ ആദ്യമായി നിരോധിച്ച പത്രം സന്ദിഷ്ടവാദി. കേരള പത്ര സ്വാതന്ത്ര്യത്തിന്റെ ആദ്യത്തെ രക്തസാക്ഷി എന്ന് നമുക്ക് സന്ദിഷ്ടവാദിയെ വിളിക്കാം. അതിന്റെ സ്ഥാപകൻ WH മൂർ ആണ്. NSSന്റെ മുഖപത്രം സർവീസസ് ആണ്. വേലക്കാരൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. അൽ അമീൻ എന്ന് പറയുന്ന പത്രത്തിന്റെ സ്ഥാപകൻ മുഹമ്മദ് അബ്ദുൾ റഹിമാൻ സാഹിബാണ്. ഇനി അടുത്തത് കേരള കൗമുദി. കേരള കൗമുദി എന്താണ്? കേരള കൗമുദിയുടെ ഹൃദയവും ആത്മാവും എന്നൊക്കെ വിളിക്കുന്നത് CV കുഞ്ഞിരാമനെയാണ്. ആളാണ് കേരള കൗമുദി പത്രം സ്ഥാപിച്ചത്. അപ്പൊ CV കുഞ്ഞിരാമൻ. കേരള കൗമുദി പത്രത്തിന്റെ സ്ഥാപകനാരാണ്? CV കുഞ്ഞിരാമൻ. ഇനി അടുത്തത് സമദർശി എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ഈ സമദർശി പത്രത്തിന്റെ പ്രത്യേകത നമ്മൾ എന്താ ഓർക്കണ്ടേ വെച്ചാൽ വൈക്കം സത്യാഗ്രഹം ഉണ്ടല്ലോ. ആ വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് സമദർശി പത്രമാണ്. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകിയത് ഏത് പത്രമാണ്? സമദർശി എന്ന് പറയുന്ന പത്രമാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ കുമാരനാശാനിലെ ആശാന്റെ കൃതികൾ ആദ്യമായി അടിച്ചു വന്നത് ഏത് പത്രത്തിലാണ്? ഏത് പ്രസിദ്ധീകരണത്തിലാണ്? സുജനനന്ദിനിയിലാണ്. എവിടെയാണ്? സുജനനന്ദിനി. ആശാന്റെ കൃതികൾ ആദ്യമായി അടിച്ചു വന്നത് എവിടെയാണ്? സുജനനന്ദിനിയിലാണ്. എന്നാൽ കുമാരനാശാന്റെ
വീണപൂവ്, കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ച പത്രം മിതവാദിയാണ്. ക്ലിയർ ആയില്ലേ? ഇനി മിതവാദിയുടെ ഒരു പ്രത്യേകതയുണ്ട്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം, തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദിയാണ്. തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന പത്രം മിതവാദിയാണ്. അതുപോലെ തന്നെ റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പത്രവും മിതവാദിയാണ്. അപ്പൊ മിതവാദിക്ക് ഒന്ന് രണ്ട് പ്രത്യേകതകളൊക്കെ ഉണ്ട് ഇല്ലേ? വീണപൂവ് പ്രസിദ്ധീകരിച്ചത് അല്ലെ മിതവാദിയിലാണ്. കുമാരനാശാന്റെ വീണപൂവ്, തീയരുടെ ബൈബിൾ അല്ലെ എന്നറിയപ്പെടുന്നത് അല്ലെ, മലബാറിലെ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് അല്ലെങ്കിൽ അധസ്ഥിതരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഏതൊക്കെയാണ്? നമ്മുടെ ഈ മിതവാദി പത്രമാണ്. റഷ്യൻ വിപ്ലവം പിന്തുണച്ചതും ഏത് തന്നെയാണ്? മലയാള പത്രം മിതവാദി തന്നെയാണ് അല്ലെ. ഇനി കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രമാണ് ചോദിക്കണേ വെച്ചാലോ? കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രത്തിന്റെ പേര് വെസ്റ്റേൺ സ്റ്റാർ എന്നാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് പറയണം? വെസ്റ്റേൺ സ്റ്റാർ എന്ന് ഉത്തരം പറയണം. കേരളത്തിന്റെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം വെസ്റ്റേൺ സ്റ്റാർ ആണെന്ന് മനസ്സിലാക്കുക കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ എന്താ പറയുന്നത്, ഒരു പത്രത്തിന്റെ പേരാണ് കേസരി കേട്ടോ. കേസരി പറഞ്ഞ ഒരു പത്രമുണ്ട്. കേസരി പത്രത്തിന്റെ പ്രത്യേകത എന്താണ്? നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് വിളിക്കുന്ന പത്രമാണ് ഏത്? കേസരി. നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്നറിയപ്പെടുന്ന പത്രം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം എന്താണ്? കേസരിയാണ് അല്ലെ. കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്ന ആളാരാണ്? എ ബാലകൃഷ്ണ പിള്ളയാണ്. കേസരി ആരാണ്? എ ബാലകൃഷ്ണ പിള്ള. അദ്ദേഹമാണ് കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു എ ബാലകൃഷ്ണ പിള്ള അല്ലെ. ഇനി വടക്കൻ കേസരി എന്ന് പറഞ്ഞാലോ? കേസരി എ ബാലകൃഷ്ണ പിള്ളയാണെങ്കിൽ വടക്കൻ കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. വടക്കൻ കേസരി ആരാണ്? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. അപ്പൊ ഇത്രയും കാര്യമാണ് നമുക്ക് പത്രവുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും പറഞ്ഞ ഒന്നും കൂടെ പറഞ്ഞേ. കേരളത്തിലെ ആദ്യത്തെ സോഷ്യലിസ്റ്റ് പത്രം പ്രഭാതം, ആരംഭിച്ചു EMS. കേരളത്തിലെ ആദ്യത്തെ നിരോധിച്ച പത്രം സന്ദിഷ്ടവാദി, ആരംഭിച്ചത് WH മൂർ. ആദ്യം നിരോധിച്ച പത്രമായതുകൊണ്ട് കേരള പത്രസ്വാതന്ത്ര്യത്തിന്റെ ആദ്യ രക്തസാക്ഷി എന്ന് വിളിക്കുന്നതും ഏതിനെയാണ്? സന്ദിഷ്ടവാദി പത്രത്തെയാണ്. NSSന്റെ മുഖപത്രം സർവീസസ്. വേലക്കാരൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു സഹോദരൻ അയ്യപ്പൻ. അൽ-അമീൻ എന്ന് പറയുന്ന പത്രം ആരംഭിച്ചു മുഹമ്മദ് അബ്ദുൽ റഹിമാൻ സാഹിബ്. കേരള കൗമുദി പത്രം ആരംഭിച്ചു CV കുഞ്ഞിരാമൻ. വൈക്കം സത്യാഗ്രഹത്തിന് പൂർണ്ണ പിന്തുണ നൽകി ഏത്? സമദർശി പത്രം അല്ലെ. ആശാന്റെ കൃതികൾ ആദ്യമായി അച്ചടിച്ചു വന്നത് സുജനനന്ദിനി എന്ന പ്രസിദ്ധീകരണത്തിൽ. വീണപൂവ് ആദ്യമായി അച്ചടിച്ചത് മിതവാദി. മലബാറിലെ തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന മലബാറിലെ പേപ്പറാണ് തീയരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നതാണ് ഏത്? മിതവാദി. റഷ്യൻ വിപ്ലവത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചതും മിതവാദിയാണ്. കേരളത്തിലെ ആദ്യത്തെ ഇംഗ്ലീഷ് പത്രം വെസ്റ്റേൺ സ്റ്റാർ ആണ്. ഇനി അടുത്തത് കേസരി എന്ന് പറയുന്ന പത്രം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ജിഹ്വ എന്ന് വിളിക്കുന്നു. ഇനി കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു എ ബാലകൃഷ്ണ പിള്ള. വടക്കൻ കേസരി എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നു വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ. അപ്പൊ പ്രധാനപ്പെട്ട കുറെ പത്രങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ നവോത്ഥാനവും ഇന്ത്യൻ നവോത്ഥാനവും കേരള നവോത്ഥാനവും പഠിക്കുമ്പോൾ അതിലെ ആൾക്കാരുടെ ഇപ്പൊ നമ്മൾ ഇന്നലെ ആനി ബസന്റ് അല്ലെങ്കിൽ നമ്മള് എന്താ പറയാ രാജാ റാംമോഹൻ റോയ് ഓരോരുത്തർ പഠിച്ചപ്പോ അവരുടെ പത്രങ്ങളൊക്കെ നമ്മൾ അങ്ങനെ പഠിക്കില്ലേ? അങ്ങനെ പഠിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക എല്ലാവരും. ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.